ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2125. ഇന്ന് ഒക്ടോബർ മാസം 25-ാം തീയതി. ഈ ആണ്ടിലെ 298-ാമത്തെ ദിവസത്തിലെത്തി. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന് ക്രിസ്തുയേശുവാണ് പറഞ്ഞത്. അവിടുന്ന് അല്പം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്ന സമാധാനം. ലോകത്തിലുള്ള സമാധാനമാണ് നമ്മൾ തേടി അലയുന്നതെങ്കിൽ സത്യത്തിൽ അത് സമാധാനത്തിലേക്കല്ല നമ്മളെ നയിക്കുക. അത് ഭീകരമായ അസമാധാനത്തിലേക്കാണ്. അത് അറിയണമെങ്കിൽ ഒരുപക്ഷെ കുറെ നാളുകൾ കൂടി കഴിയണമായിരിക്കും. അങ്ങനെ വൈകി അറിഞ്ഞിട്ട് നമുക്കെന്താ ഗുണം? അവിടെ നിന്ന് പിന്നീട് നമുക്കൊരു മടക്കമോ മറ്റൊരു ആശ്വാസത്തിന്റെ അവസ്ഥയോ കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്താണ്? ഒരാൾക്ക് വേണ്ടിയും സമാധാനത്തിന്റെ ദൂതൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ? സമാധാനം അവനവൻ തന്നെ രൂപപ്പെടുത്തണം. അതാണ് പരിഹാരം. സ്വയം നിയന്ത്രണമാണ് സമാധാനത്തിലേക്കുള്ള ശരിയായ വഴി. ചില പാഠങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പ്രാവർത്തികമാക്കിയേ മതിയാവും. ഒന്ന്, എല്ലാ ബഹളങ്ങളിലേക്കും എത്തി നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളതാണ്. പാടാണ് പഠിക്കാനും പ്രവർത്തിക്കാനും. തനിക്ക് അസൗകര്യമെന്ന് കരുതുന്നവയെല്ലാം ഇല്ലാതാക്കണമെന്ന വാശിയും വേണ്ട. മാറ്റാൻ കഴിയുന്നവയെ മാത്രം മാറ്റാനായിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവയോ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക. പിന്നെ ഒന്നിന്റെയും പരിപൂർണതയ്ക്ക് വേണ്ടി നിർബന്ധം പിടിക്കാതിരിക്കാമോ? അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഉള്ള സമാധാനം കൂടി പോകും. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിക്കേ വേണ്ട. പലതും നമ്മൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അതിന്റെ പിന്നിൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്നുള്ള ഒരു വ്യാകുലത ഉള്ളതുകൊണ്ടാണ്. മറ്റാരെ പോലെയും ആയിത്തീരാനും ശ്രമിക്കണ്ട. ഓരോ ജീവിതവും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ ഈ മറ്റുള്ളവരുമായുള്ള നമ്മളുടെ അനാവശ്യമായ താരതമ്യപ്പെടുത്തലും അത് തരുന്ന ഒരു സമാധാന നശീകരണ അവസ്ഥയൊക്കെ പതിയില്ലാതാവും. ഈ സമാധാനത്തിന്റെ ഡെഫിനിഷൻ പോലും ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. ചിലർക്ക് വിശ്രമിക്കുമ്പോൾ ലഭിക്കുന്നത് സമാധാനമാണ്. മറ്റു ചിലർക്ക് കർമ്മ നിരതമാകുമ്പോഴാണ് സമാധാനം ലഭിക്കുക. ചിലർക്ക് തനിച്ചിരിക്കുമ്പോൾ അവർ ശാന്തമാകും. ചിലര് സൗഹൃദം പങ്കിടുമ്പോഴാണ് ശാന്തമാകുന്നത്. ചിന്തയിലും പ്രവൃത്തിയിലും നന്മയുണ്ടായാൽ മനസ്സ് സമാധാന വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. കുറെ കൂടി അവനവനിലേക്ക് തന്നെ ഒന്ന് എത്തിപ്പെടുക, അവനവന്റെ ഉള്ളിലേക്ക്. അത് തന്നെയാണ് ക്രിസ്തുയേശുവും പറഞ്ഞത്. ഇങ്ങനെ അകത്ത് ഹൃദയവാതിൽക്കകത്ത് എല്ലാം ഒന്ന് അടച്ച് അതിനകത്തൊരു ഏകാന്തത കണ്ടെത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ ദൈവസന്നിധിയിൽ. അവിടുന്ന് അപ്പോൾ നമ്മളെ സമാധാനം കൊണ്ട് പൊതിയും. ആമേൻ.